കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 7 ടിപ്സ് പറയുന്നൊരു ബിഗ് വീഡിയോ ഇടാമെന്നും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ ഇപ്പോൾ സെറ്റായിട്ടില്ല. ഒരു കാര്യം കൂടെ എനിക്ക് കിട്ടാനുണ്ട്. അതിനുശേഷം ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് കരുതി നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവുന്നതിന് മടിയൊന്നും കാണിക്കണ്ട. നമ്മൾ ഡെയിലി ഒരു 5% എങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വർക്കാവും. അപ്പം ഞാൻ ഓൾറെഡി ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് വ്ളോഗ്, എൻ്റെ നോർമലായിട്ടുള്ള ഒരു ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി അത് പോയിന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റ് തുടങ്ങണം, റീഡിങ് എന്നൊരു ഹാബിറ്റ് തുടങ്ങണം. ആ ഹാബിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും ഒരു ബുക്ക് വായിക്കുക. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല, 5 മിനിറ്റ്, ഒരു 1% എങ്കിലും ആ കാര്യം ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.